ഒന്നാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള മാർഗദീപം സ്കോളർഷിപ്പിൽ അപേക്ഷിക്കാൻ വേണ്ടി വിട്ടുപോയവരാണ് നിങ്ങൾ. ആരെങ്കിലും അതിൽ അപേക്ഷിക്കാത്തതായിട്ട് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ സർക്കാർ 1,31,000 ആൾക്കാർക്ക് വാഗ്ദാനം ചെയ്യുന്ന സ്കോളർഷിപ്പാണ് നമ്മൾ മാർഗദീപം സ്കോളർഷിപ്പ്. ഇനിയും ഒരുപാട് ആൾക്കാർ അപേക്ഷിക്കാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിയാതെ തന്നെ പോയിട്ടുണ്ട്. നമ്മുടെ സർക്കാർ സ്കൂളാവട്ടെ എയ്ഡഡ് സ്കൂളാവട്ടെ അതിൽ 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള എല്ലാ ന്യൂനപക്ഷ വിഭാഗത്തിലെ കുട്ടികൾക്കും ഉള്ള ഒരു സ്കോളർഷിപ്പാണ് നമ്മുടെ മാർഗദീപം സ്കോളർഷിപ്പ്. മുസ്ലിം ക്രിസ്ത്യൻ്റെ എല്ലാ വിഭാഗം, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി അങ്ങനെ എല്ലാ ന്യൂനപക്ഷ വിഭാഗത്തിലെ കുട്ടികൾക്കായിട്ടുള്ള സ്കോളർഷിപ്പാണ് നമ്മുടെ മാർഗദീപം സ്കോളർഷിപ്പ്. നമ്മുടെ 2024-25 സാമ്പത്തിക വർഷം മാർഗദീപം സ്കോളർഷിപ്പ് നൽകുന്നതിനായി അപേക്ഷ ഉണ്ടല്ലോ ഇവിടെ 12ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. ആദ്യം 9ാം തീയതി വരെ ആയിരുന്നു നമുക്ക് അവസരം ഉണ്ടായിരുന്നത്. ആ അപേക്ഷ തീയതി നീട്ടി 12ാം തീയതി വരെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് 2 ദിവസം കൂടി ഇതിന് അവസരമുണ്ട്. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് ഇതിനുള്ള അപേക്ഷാ ഫോം തരും. അപേക്ഷാ ഫോം ഫില്ല് ചെയ്യുക, അതിൻ്റെ കൂടെ ചില കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ ആ കാര്യങ്ങൾ മുഴുവൻ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. 1500 രൂപ നേടാനാണ് നിങ്ങൾക്ക് ഇതിലൂടെ അവസരം കൂടെ ഉള്ളത്. സ്കോളർഷിപ്പ് അപേക്ഷിക്കുന്ന എല്ലാവർക്കും, തിരഞ്ഞെടുക്കുന്ന എല്ലാവർക്കും 1500 രൂപയായിരിക്കും കിട്ടുക. അതുപോലെ തന്നെ അപേക്ഷിക്കുന്ന ആൾക്കാർക്ക് കുടുംബ വരുമാനം, വാർഷിക വരുമാനത്തിൽ 1 ലക്ഷത്തിൽ താഴെയാണെന്ന് കൂടെ ഉറപ്പാക്കുക കേട്ടോ. നമ്മുടെ കുടുംബത്തിന്റെ വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ താഴെ ആവണം. അതുപോലെ ന്യൂനപക്ഷമാവണം. ഇവർക്കൊക്കെയാണ് സ്കോളർഷിപ്പിൽ അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉള്ളത്. ഒരുപാട് ആൾക്കാർക്ക് സ്കോളർഷിപ്പ് കിട്ടാനുള്ള അവസരമുണ്ട്. മറക്കേണ്ട 1500 രൂപയാണ് നമ്മുടെ കയ്യിലോട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന് അപേക്ഷ ഫോം എവിടുന്ന കിട്ടുകയെന്ന് വെച്ചാൽ ഇത് margadheebam.kerala.government.in എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് ആയിരിക്കും കിട്ടുക. അവിടുന്ന് അപേക്ഷ ഫോം ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങൾ സ്കൂളിലെ ഹെഡ് മാസ്റ്ററോ അല്ലെങ്കിൽ ഇതിൻ്റെ ചാർജുള്ള ഒരാളോ ഉണ്ടായിരിക്കും. അപ്പോൾ അവരോട് പോയി ചോദിച്ചാൽ മതി, എനിക്ക് അപേക്ഷ ഫോം തരും. ഇനി കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അപേക്ഷ ഫോം പെട്ടെന്ന് ഫില്ല് ചെയ്തിട്ട് അവർക്ക് കൊടുക്കുക. പിന്നെ തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് പൈസ കിട്ടണം എന്നുണ്ടെങ്കിൽ ഓരോ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കേട്ടോ. നമ്മുടെ ആധാർ കാർഡൊക്കെ ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് ആ കുട്ടിയുടെ പേരിൽ ഉണ്ടായിരിക്കണം. അപേക്ഷിച്ച ആൾക്കാരാണെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു കുടുംബത്തിൽ നിന്ന് 2-ലധികം ആൾക്കാർക്ക് കിട്ടൂലുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. 2 ആൾക്കാർക്കാണ് മാക്സിമം നമ്മുടെ ഈ സ്കോളർഷിപ്പ് തുക കിട്ടുക. ഒരു കുടുംബത്തിൽ നിന്ന് 2 ആൾക്കാർക്കേ കിട്ടുള്ളൂ. അതിൽ കൂടുതൽ ആൾക്കാർക്ക് കിട്ടൂലുള്ള കാര്യം, പിന്നെ അതുപോലെ ഒരു ബാങ്ക് അക്കൗണ്ട് പേരിലുണ്ടാകുന്നുള്ള കാര്യം ആലോചിക്കുക. ഈ അപേക്ഷ ഫോം ഫില്ല് ചെയ്തിട്ട് നമ്മുടെ ഹെഡ് മാസ്റ്റർക്കോ അല്ലെങ്കിൽ ഇതിന് ചാർജുള്ള അധ്യാപകരുണ്ടായിരിക്കും, അവർക്ക് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇതിൻ്റെ കൂടെ നമ്മൾ ഈ സർട്ടിഫിക്കറ്റുകളും കൂടെ കൊടുക്കണം. നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ജാതി മത സർട്ടിഫിക്കറ്റ് അത് കൊടുക്കണം. പിന്നെ ബാങ്കിൻ്റെ പാസ്ബുക്ക് കൊടുക്കണം, റേഷൻ കാർഡിൻ്റെ പകർപ്പ് കൊടുക്കണം, ആധാർ കാർഡിൻ്റെ കോപ്പി പകർപ്പ് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ്, ഭിന്നശേഷി ബാധകമാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും കൂടെ കൊടുക്കണം. പിന്നെ അതുപോലെ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും പങ്കെടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ സ്പോർട്സ്, കലാശാസ്ത്രം, ഗണിതം ഇതിന് ഏതെങ്കിലുമൊക്കെ പ്രവർത്തനത്തിൽ പങ്കെടുത്ത സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇതിലൊക്കെ നമുക്ക് സ്കോളർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ ചാൻസ് കിട്ടും കേട്ടോ. ഇതൊക്കെ കയ്യിലുണ്ടെങ്കിൽ അപ്പോൾ അത് കൂടെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ 2 പേരും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മരണ സർട്ടിഫിക്കറ്റും കൂടെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിലുള്ള സർട്ടിഫിക്കറ്റും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ അപേക്ഷാ ഫോമിൻ്റെ കൂടെ. പിന്നെ ഇതിന് കൂടെ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക, ഈ അപേക്ഷിച്ച ആൾക്കാരാണെങ്കിൽ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കുട്ടിയുടെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ. ഇതാണ് അപേക്ഷിച്ച ആൾക്കാർ, നേരത്തെ തന്നെ അപേക്ഷിച്ച ആൾക്കാർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഫ്രണ്ട്സ് ഈ കാര്യം അറിയാതെ പോയിട്ടുണ്ടാവും. മാർഗദീപം സ്കോളർഷിപ്പിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് ഫ്രണ്ട്സ് അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ അയച്ചു കൊടുക്കുക. അവർക്കുള്ളൊരു സഹായം കൂടി ആയിരിക്കും ഈ സ്കോളർഷിപ്പിൻ്റെ തുക എന്ന് വെച്ചാൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന നിങ്ങളെല്ലാ ഫ്രണ്ട്സിനും ഈ കാര്യം അറിയിച്ചു കൊടുക്കുക, അവർക്ക് കൂടെ കാര്യങ്ങൾ അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അപ്ഡേറ്റുകളൊക്കെ ആയിട്ടും അതുപോലെ എക്സാമിൻ്റെ ക്ലാസ്സുകളായിട്ട് ഇനി അങ്ങോട്ട് കാണാം. നിങ്ങൾക്ക് ഇവിടെ ക്ലാസ്സുകളൊക്കെ ലൈവായിട്ട് ചാനലുണ്ടായിരിക്കും. നമുക്ക് ക്ലാസ്സുകളൊക്കെ ആയിട്ട് കാണാം കേട്ടോ. ബൈ ബൈ.